ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്, യുവജനങ്ങളുടെ അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും ഇഷ്ടങ്ങളുമെല്ലാം കൃത്യമായി ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കുവാനായി ശാലോം ടിവി ഒരുക്കുന്നു ടേണിംഗ് പോയിന്റ്. എല്ലാവർക്കും ടേണിംഗ് പോയിന്റിലേക്ക് സ്നേഹസ്വാഗതം. നമുക്ക് ഇന്ന് നമ്മോടൊപ്പമുള്ള 4 പേരുണ്ട്. അവരൊന്ന് പരിചയപ്പെടാം പ്ലീസ്. എൻ്റെ പേര് ടിൻഡു സോണി, ഹസ്ബൻഡ് സോണി. ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നു. 5 കുട്ടികൾ. ഞാനൊരു സ്കൂൾ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ചേച്ചി യുവജനങ്ങൾക്കിടയിൽ ഒരു കൗൺസിലറായിട്ടൊക്കെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളും കൂടിയാണ്. നമുക്ക് അടുത്തായിട്ട്. എൻ്റെ പേര് സിൻഡോ, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ BEd സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. വീട്ടിൽ പപ്പ അമ്മ. ഞാൻ കാറ്റീസം 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഒരു യുവജനങ്ങളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു യൂത്ത് നമ്മളോട് മസ്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഒരു യൂത്തിനെ തന്നെ കിട്ടിയിരിക്കുന്നത്. സിൻഡോ, ഹാർഡി വെൽക്കം. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഞാൻ ബ്രിസ്റ്റോ മാത്യു. എനിക്ക് 8 മക്കളാണ്. ഞാൻ പാലക്കാട് രൂപതയുടെ പ്രീമാരിറ്റൽ അപ്പസ്റ്റോളിക് പ്രോഗ്രാമിൻ്റെ ഒരു ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ പാലാ രൂപതയുടെ കീഴിൽ ചേർപ്പുങ്കൽ കോളേജിലെ MSW ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യും. ഈ 8 മക്കളും ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം 41 വയസ്സ് മാത്രമുള്ള ഒരു യുവാവും കൂടിയാണ്. നമുക്ക് അടുത്ത ആൾ പരിചയപ്പെടാം. ഞാൻ സുനിൽ ഏലിയാസ്, കൊല്ലത്ത് നിന്ന് വരുന്നു. ഭാര്യ, 6 മക്കൾ. ഞാൻ രൂപതയിലെ ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കാറ്റക്കിസം ടീച്ചറാണ്. ഏഞ്ചൽസ് ആർമിയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാവർക്കും ടേണിംഗ് പോയിന്റ് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന പുതിയ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുമ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക് വെച്ചാണ് തുടങ്ങുന്നത്. ടോപ്പിക് ഈസ് ഡേറ്റിംഗ്. നമ്മൾ പറഞ്ഞും കേട്ടും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിച്ചാലും തേഞ്ഞു പോയ ഒരു വാക്കാണ് ഈ ഡേറ്റിംഗ് എന്നുള്ളത്. നമുക്ക് എന്തായാലും ഈ ഡേറ്റിങ്ങിനെ പറ്റി ഇന്നത്തെ യുവജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അവർക്ക് എന്ത് മനസ്സിലായി എന്ന് നമുക്ക് വിഷ്വൽസ് കണ്ടു തുടങ്ങാം പ്ലീസ്. ഡേറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ ഡേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡേറ്റിംഗ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വ്യക്തികൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ ഒരുപോലെ ആവണം നിർബന്ധമൊന്നുമില്ല. എന്നാലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിൽ അന്ധമായി വിശ്വസിക്കാണ്ടിരിക്കുക. ഒരു പരിധി കൂടുതൽ ഒന്നിലും ആഴപ്പെടാതിരിക്കുക. അതിനത് ഫ്രണ്ട്ഷിപ്പിലായാലും മറ്റേത് ബന്ധത്തിലായാലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഡേറ്റിങ്ങിൻ്റെയൊക്കെ ബൗണ്ടറീസ് എവിടെ വരെയാണ് ഇതിൻ്റെയൊക്കെ? ഇപ്പം നമുക്കറിയുന്ന പോലെ തന്നെ ചില വ്യക്തികൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സെക്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് 2 വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായ കാര്യമാണല്ലോ. 2 വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പുതിയ ട്രെൻഡാണല്ലോ ഡേറ്റിംഗ് കൾച്ചർ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. അതിനോടൊരു അഭിപ്രായം എന്താ, ഒപ്പീനിയൻ എന്താ? നല്ലതാണ്. ഇപ്പം മോശം എന്ന് പറയാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ലേ. ഇപ്പം ഡേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ചീത്തക്കുട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. അപ്പോൾ സദാചാരം കാണിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡേറ്റിങ്ങിനെ കുറിച്ച് ഡേറ്റിംഗ് ഒക്കെ താല്പര്യമുള്ളതാണ്. അതിപ്പം നമ്മൾ പരസ്പരം ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റിങ്ങും അത്യാവശ്യമുള്ളതല്ലേ? അതെ, ഡേറ്റിംഗ് അത്യാവശ്യമുള്ളവരാണ്. എല്ലാവരും അങ്ങനെ തന്നെ പറയുന്ന ആളാണ് അല്ലേ? ഡേറ്റിംഗ് അത്യാവശ്യം ആരെയും ഫോഴ്സ് ചെയ്തില്ല, ഓരോരുത്തരുടെ താല്പര്യമല്ല. നമ്മളാർക്കും ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് അവരെല്ലാവരും ഇങ്ങനെ ഇതിന് പോകണമെന്നില്ല. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഓക്കെ. ഞാൻ എല്ലാത്തിനും ഓക്കെ. ഞാൻ എൻ്റെ ഹാപ്പിനെസ് നോക്കിയാണ് ജീവിക്കുന്നത്. ഹാപ്പിനെസ് നോക്കിയാണ് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് യുവജനങ്ങളും ഈ ലോകവും ഒക്കെ ഡേറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നതും നോക്കിക്കാണുന്നതല്ല. നമ്മൾ ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലൈമർ എഴുതി കാണിക്കാണല്ലോ, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, ഈ ഒരു എപ്പിസോഡ് ഡേറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാനോ എല്ലാവരും ഡേറ്റിംഗ് നടത്തണമെന്ന് പറയാനുള്ള കാര്യമല്ല, മറിച്ച് എങ്ങനെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ലോകം പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ നമുക്ക് ക്രൈസ്തവപരമായ ആംഗിൾ കണ്ട് അതിനെ റൈറ്റ് വേസിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. കാരണം ഒരു സമയത്തൊക്കെ നമ്മൾ ഈ പ്രണയ വിവാഹങ്ങളൊക്കെ പാപമെന്ന് പറഞ്ഞ് പ്രീച്ച സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് അത് ഇപ്പോൾ നമ്മൾ അംഗീകരിച്ചൊരു സാധനമായി മാറി. കാരണം സ്വാഭാവികമായ സ്നേഹത്തിന് ജനിക്കുന്ന വിവാഹങ്ങൾ അംഗീകരിക്കുന്ന സമയത്തിലേക്ക് എത്തി. പാവമെന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ ഡേറ്റിംഗ് വളരെ പാവമാണെന്നും കൊള്ളരാത്താണെന്നും കരുതുന്ന വലിയൊരു തലമുറ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഈ ഡേറ്റിംഗ് യാതൊരു നിയന്ത്രണം വേണമെന്ന് പറഞ്ഞാൽ മറ്റൊരു തലമുറയുമുണ്ട്.
അതിന്റെ റിയാലിറ്റി ശരിക്കുള്ള അതിന്റെ ക്രൈസ്തവപരമായ കാഴ്ചപ്പാട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഡേറ്റിംഗ് എന്നും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം പണ്ടൊക്കെ വിവാഹത്തിന് ഒരുങ്ങുന്ന സമയത്ത് പെണ്ണ് കാണാൻ പോകുന്ന മനോഹരമായ ചടങ്ങുണ്ടല്ലോ. പെണ്ണ് കാണാൻ പോയിട്ട് ചടങ്ങിൽ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു അമ്മാവന്റെ വക ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട്. എന്നാൽ ചെറുക്കനും പെണ്ണും കൂടി 2 വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും പോയി 2 വാക്കൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അടുത്ത ക്ലീഷേ ഡയലോഗ് വിളിച്ചുകൊണ്ട് പോകും. ഒരു കുഞ്ഞ്, അത് സ്വാഭാവികമായ ഒരു ഡേറ്റിംഗ് ആണത്. അതിനൊരു പുതിയ വാക്കൊക്കെ കൊടുത്തിട്ട് വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻസേർഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വെസ്റ്റിൽ ഇത് പണ്ട് മുതലേ ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന ചുരുക്കം ചില രാജ്യങ്ങളൊന്നും ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും ആയതുകൊണ്ട് നമുക്ക് ഈ സാധനം എന്നാന്ന് മൊത്തം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി അപകടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ഡേറ്റിംഗ്, എന്തിനാണ് ഡേറ്റിംഗ്, എപ്പോഴാണ് ഡേറ്റിംഗ്, എങ്ങനെയാണ് ഡേറ്റിംഗ്, ഇതിനെ ഒരു ക്രൈസ്തവപരമായ ആംഗിളിൽ നോക്കിക്കാണുന്ന ശ്രമമാണ്. നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെയുള്ള ഒരു യുവാവായ, ഇവരെല്ലാം കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയവരാണ്, നമുക്ക് യുവാവായ സിൻഡോയിൽ തന്നെ തുടങ്ങാം. സിൻഡോ, ഹൗ ഡു യു ലുക്ക് അറ്റ് ദീസ് തിങ്സ്? ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര നോർമലാണ്. എല്ലാവരും ഈ ട്രെൻഡിനൊപ്പം എന്ന് പറയുന്ന പോലെ എല്ലാവരും അത് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്താൽ കുഴപ്പമില്ല എന്ന രീതിയിൽ പറയുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ കോളേജുകളും എടുത്തു കഴിഞ്ഞാൽ കോളേജ് ഡേറ്റിംഗ് സെൻറ്റേഴ്സിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയാം. അപ്പോൾ ആസ് എ കാത്തലിക് ഞാൻ ഇതിനെ കാണുന്നത് ഒരു സെക്ഷൽ കൾച്ചർ അല്ല, ഈ ഡേറ്റിംഗ് നമുക്ക് വിശദമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ട്രെൻഡ് വേഴ്സസ് കത്തോലിസിസം എന്നൊരു സാധനമാണ് സിൻഡോ ഹൈലൈറ്റ് ചെയ്തത്. എൻ്റെ വിശുദ്ധി, ഞാൻ പഠിച്ച കാര്യങ്ങൾ, അത് എങ്ങനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ശ്രമം. എന്താണ് ഡേറ്റിംഗ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഡേറ്റിംഗ്? ഡേറ്റിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു റിലേഷൻഷിപ്പ് അല്ല, അതൊരു പ്രോമിസ് അല്ല, അതൊന്നിനുള്ള സ്വാതന്ത്ര്യമല്ല. ഡേറ്റിംഗ് എന്ന് കൃത്യമായിട്ട് ചുമ്മാ ഗൂഗിൾ ചെയ്തപ്പോൾ അർത്ഥം കിട്ടുന്ന ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള നമ്മളെ സംസാരമാണ് ഡേറ്റിംഗ്. അതുകൊണ്ട് അത് പലരും ഇപ്പം പറയുന്ന ഒരു കാര്യം, അതായത് യുവതലമുറ പറയുന്ന ഒരു കാര്യം, ചുമ്മാ നമ്മൾ ഒരാളെ ഇതേ വരുന്നു കാണുന്നു, അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്ന ഒരാളെ നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരുന്നു, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമുക്ക് കടക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു മനസ്സിലാക്കലുകൾ എങ്കിലും ഉണ്ടാവണം എന്നുള്ള അവരുടെ ഒരു കൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് നല്ലതുമാണ്, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതിൽ നമ്മൾ അതിൻ്റെ ഒരു റെഡ് ഫ്ലാഗ്സ് എന്താണെന്നോ അത് എവിടം വരെ ആകാമെന്നോ പലപ്പോഴും ആർക്കും അറിയത്തില്ല. കാരണം നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വരെ ഇത് ഡേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട 10 കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ, 8 കാര്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു തരത്തിലാണ് നമ്മളുടെ ഒരു ഡേറ്റിംഗ് പോകുന്നത്. ആ ഒരു കൾച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്, ലോകം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എപ്പോഴാണ് ഡേറ്റിംഗ് എന്നൊരു കാര്യമാണ് ആദ്യം സംസാരിക്കേണ്ടത്. എന്താണ് ഡേറ്റിംഗ് എന്നുള്ളത് ആളെ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. എപ്പോഴാണ് ഈ ഡേറ്റിംഗ് സംഭവിക്കേണ്ടത്? സാർ ഇങ്ങനെ കോളേജ് അധ്യാപകൻ എന്ന നിലയിലും ഒന്ന് സാറിന് പറയാമോ ഇതിന്റെ ഒരു? അതായത് എപ്പോഴാണ് ഡേറ്റിംഗ് എന്ന് നമുക്ക് നിയതമായി പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ഈ ചെറുപ്പക്കാരുടെ ഒരു ഇഷ്ടം. പക്ഷേ എപ്പോഴല്ല ഡേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഡ്രൈവിങ് തെറ്റല്ല എന്ന് കരുതി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും. അപ്പോൾ ഇതിന് അതിൻ്റെതായ ഒരു പക്വതയുടെ ഒരു ലൈനുണ്ട്. അത് സഭയും മാതാപിതാക്കളൊക്കെ ഇപ്പം ആഫ്റ്റർ ദ മാരേജ് ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ മാറുന്നു. ഈശോ കഴിഞ്ഞാൽ പിന്നെ പങ്കാളിയാണ്. ബിഫോർ ദ മാരേജ് ഈ അപ്പനും അമ്മയ്ക്കൊരു റോളുണ്ട്. അപ്പം ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിനെ മനോഹരമായി ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു പശ്ചാത്തലത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ ഒരു വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് അത്തരണത്തിൽ അതെല്ലാം ആകാം. പക്ഷെ അതും ഒരാളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാനൊന്നും പ്രയോജനപ്പെടുമെന്ന് കരുതാൻ സാധിക്കില്ല. കാരണം 5 വർഷം പ്രണയിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വിവാഹം കഴിച്ച് ഡൈവോഴ്സായ കേസുകളൊക്കെ ഇഷ്ടം പോലെ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു നന്മ കണ്ടെത്താൻ പറ്റും. ഡേറ്റിംഗ് നടത്താം, അതിൽ നിന്ന് പരസ്പരം അറിയാവുന്ന രീതിയിലേക്കൊക്കെ പൊക്കോട്ടെ എന്ന് വെക്കാം എന്നേ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാനൊക്കെ. എപ്പോഴാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഈ ബോർഡിൽ വെച്ചിരിക്കുന്നത് 18+ തോട്ടാണ്. എന്തായാലും നമ്മളുടെ ഒരു വിദ്യാഭ്യാസം ഏകദേശം പൂർത്തിയാകുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് നടക്കത്തില്ല. പക്ഷേ എങ്കിലും 20കൾക്ക് കഴിഞ്ഞിട്ടുള്ള നമ്മളൊരു വിവാഹാലോചന നമുക്കിനി നടത്താം, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് തുടങ്ങാം എന്ന് പറയുന്ന ഒരു പ്രായം എന്തായാലും 20കൾക്ക് ശേഷം എന്തായാലും ഉറപ്പായിട്ടും അതൊരു നമുക്ക് ചേച്ചി പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആണ്. ഈ എപ്പോൾ ഡേറ്റിംഗ്, എന്ത് ഡേറ്റിംഗ് എന്നുള്ളത്, മാരേജ് ആണ് ഡേറ്റിംഗിന്റെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ലാസ്റ്റ്. അതില് ബേസ് ചെയ്യാത്ത ഒരു ഡേറ്റിംഗും അതായത് ശരിക്കും ലോകം കാണുന്നത് ഇപ്പം പിള്ളേർ പറയുന്നത് ശരിക്കും ഒരാളെ ഡേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കാണുന്നു, കുറച്ച് നാളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നു, അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ ഡേറ്റ് ചെയ്യുന്നു, എങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ അതിനും അപ്പുറം ഒരു കാത്തലിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിക്കും നമ്മൾ മാരേജ് എന്നുള്ള ഒരു ഇന്റൻഷനുള്ള
വിവാഹത്തെക്കുറിച്ച് കാര്യമായ ഇന്റൻഷൻ ഉള്ള, എന്നാൽ എനിക്ക് ഇണങ്ങിയ ഒരു ഇണയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ശരിക്കും ഈ പറയുന്നത്. മാരേജിന് ഇന്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണല്ലോ. ഈ മാരേജിന് ഇന്റൻഷൻ മാത്രം പോരല്ലോ, ഞാൻ ഫിസിക്കലി മെന്റലി ഫൈനാൻഷ്യലി എല്ലാം പ്രിപ്പയർഡ് ആവേണ്ട സമയമുണ്ടല്ലോ. ഒരു മച്യൂർ ലെവൽ ആവണം, ഞാൻ ബ്രെഡ് വിന്നർ ആവണം, Correct. അല്ലെങ്കിൽ എൻ്റെ പേരൻസിനൊക്കെ തോന്നണം ഇവനെയൊക്കെ കെട്ടിക്കാൻ, ഇവളെ കെട്ടിക്കാൻ പ്രായമൊക്കെ ആയി, ഒരു പക്വതയൊക്കെ ആയെന്നല്ല. നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് ഡിസ്കസ് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു, എപ്പോഴാണ് ഇതിനൊരു ഞാൻ റെഡിയായി എന്നൊരു ഫീൽ വരുന്ന സമയം? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാരൻസിനെയും കൂടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആരെയും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യം, പേടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെന്തോ ഉണ്ട്. മാരേജ് ലക്ഷ്യം വെച്ചതാണെങ്കിൽ, ഒരു എയിമും സാറ് പറഞ്ഞ പോലെ എയിമും പർപ്പസും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാരൻസിന്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസെന്റ് എടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. സിൻഡോ, ഈ ഒരു പേരന്റൽ കൺസേൺ സാധനം ഉണ്ടല്ലോ, ഈ സാധാരണ നമ്മൾ ഡേറ്റിംഗ് എത്തിയിട്ടുള്ളൂ, ഓൾ ടുഗദർ റിലേഷൻഷിപ്പിലേക്ക് എത്തുമ്പോഴാണ് സാധാരണ ഒരു പേരൻസിന്റെ ഒക്കെ ശരിക്കും ക്രൂഷ്യൽ റോൾ വരുന്നത്. പക്ഷേ ഇതെല്ലാം, ഈ ഭാഗങ്ങളെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫാമിലിയിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ലൈക്ക് അതൊരു തെറ്റായ രീതിയിലാണ് അവർ കാണുന്നത്. ലൈക്ക് പാരന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്പൊ തന്നെ കാര്യത്തിൽ ഫുൾ സ്റ്റോപ്പിന്റെ സൈഡായാലും വന്നു കഴിഞ്ഞു. ഞാനത് പറയാൻ ചിലപ്പോൾ ഉപദേശമാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ യുവാവിനെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം ഇത് തെറ്റാണ്, എന്തോ മറച്ചു വെക്കേണ്ട സംഭവമാണെന്ന് കൃത്യമായിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെയാണ് പേരൻസ് മാറ്റി വെക്കുന്നത്. അതെ, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അവരോട് ആദ്യം ഷെയർ ചെയ്യേണ്ട അവരോടാണ്. പക്ഷെ അത് അതിലെന്തോ ഒരു സംതിങ് കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവരാദ്യം കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ഒരു വീടാണെങ്കിൽ തീർച്ചയായും നമ്മൾ അപ്പനോടും അമ്മയോടൊക്കെ അത് ആദ്യം ഷെയർ ചെയ്യും. അതൊരു പോയിന്റ് ആണ് അജായ്. കാരണം പാരന്റ്സിനും കൂടെ ഒരു ഓപ്പൺനെസ് എന്ന് പറയുന്നത്, അതായത് അറ്റ്ലീസ്റ്റ് ഇവൻ പറയുന്നത് ഇവള് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെ എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമാണെന്ന് ഒരാൾ വന്ന് പാരന്റ്സിനോട് വന്ന് പറയുമ്പോൾ അത് തുറവിയോടെ കേൾക്കാനുള്ള ഒരു ഓപ്പൺനെസ് ഉള്ളത് പേരൻസ് ഒക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട വലിയൊരു സുവിശേഷമാണ് ഇച്ചിരി ഓപ്പൺനെസ്, പൊടിക്ക്. കാരണം ഇത് ഈ വാക്കുകളൊക്കെ ഒരാൾ ഡേറ്റിങ്, പ്രണയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കണ്ടം വഴി ഓടിക്കുന്ന ഒരു ലെവൽ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ പിള്ളേർ പിന്നെ വാക്ക് പോലും മിണ്ടില്ലല്ലോ. നമ്മൾ ബാക്കിയെല്ലാം ഒരു തുണിയെടുക്കാൻ പോണേ പോലും അപ്പുറം നമ്മുടെ അഭിപ്രായം ചോദിക്കുമായിരിക്കും. പക്ഷേ നമുക്കൊരു ജീവിത പങ്കാളി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു മാറ്റിയെടുത്താൻ കാര്യം, ഈ ടോപ്പിക്കുകളൊന്നും ഈ സ്പേസിൽ ഇത് അണ്ടർ 18 അല്ലെങ്കിൽ 18+ ടോക്കുകളാണ് ഉദ്ദേശിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ കാര്യത്തിലൊരു ഓപ്പൺനെസ് ക്രിയേറ്റ്. ചെറുപ്പകാലം മുതൽ മക്കൾക്ക് എന്തും പറയാം. എൻ്റെ വീട്ടിൽ വന്നിട്ട് അതിനടുത്ത് ഒരു ബ്രോഡാഡി ടൈപ്പ് ആവുന്നുള്ളതല്ല, എന്ത് സംഭവിച്ചു കൊടുക്കാന്നുള്ളതല്ല, മറിച്ച് എന്തും എന്നോട് പറയാനുള്ള സ്പേസ്, അത് ശരി തെറ്റുകൾ പിന്നീട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ പലപ്പോഴും ഈ അത്ര ജീവിതത്തെക്കുറിച്ച് ആ ഒരു ഗൗരവമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത സമയത്ത് ഈ ഒരു വിഷയം വരുമ്പോഴാണ് പേരൻസ് കൂടുതലും കയറി ഒബ്ജക്റ്റ് ചെയ്യുന്നത്. ഇവൻ ഈ സമയത്ത് പറഞ്ഞാൽ ഇവന് ഉത്തരവാദിത്വം ഉണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, ഇവനെ കണ്ട തോന്നണ്ടേ ഇവനെ ഒരു കുടുംബം പുലർത്താനുള്ള ഒരു സ്റ്റാൻഡ് ആയോ, നീ എന്ത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒരു ആക്ച്വലി മെച്ചൂർഡ് ഇനഫ് ആണെങ്കിൽ ഉറപ്പായിട്ടും പേരൻസ് അത് ഗൗരവമായിട്ട് എടുക്കും തോന്നുന്നു. അവർ കുറച്ചധികം പഴയ ഒരു സിനിമയിലെ ഒരു ഡേറ്റിംഗിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഈ ഇപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് താല്പര്യമുണ്ട്. അപ്പം അവൾ ചോദിക്കുന്നുണ്ട്, അരിക്ക് എത്രയാ വില, പഞ്ചസാരക്ക് എത്രയാ വില. അത് കറക്റ്റ് ചോദ്യം. നമുക്ക് എനിക്ക് തോന്നുന്നു അതൊരു ലീഡാന്ന് തോന്നുന്നു. ശരിക്കും ഈ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം പറയുക എന്നതിനേക്കാൾ വളരെ മച്ചുറായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തിയിൽ ചില ക്വാളിറ്റീസ് ഉണ്ടോ, ഒരു ക്വാളിറ്റി ചെക്കാണ്, അല്ലെങ്കിൽ ആ സംഭവമാണ് ശരിക്കും ഒരു ഡേറ്റിങ്ങിന്റെ കാര്യം സംഭവിക്കുന്നത്. അതിപ്പോൾ ഒരു പ്രണയബന്ധത്തിലൂടെ ഡേറ്റിങ്ങിന്റെ അതിന് അങ്ങനെ ശ്രമിക്കുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ശരിക്കും വിവാഹ ആലോചന നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു നമുക്ക് ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കുമല്ലോ. ആ സമയത്ത് ചോദിക്കേണ്ടതിൽ ചോദ്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലേ, ഇതിൽ വേറൊരു കാര്യം, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു കാത്തലിക് ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ യാക്കോബ് 4:4 വചനത്തിൽ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുവാണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ത് തന്നെയാണെങ്കിലും, അപ്പം ഒരു പരിധി കൂടുതൽ ഈ ട്രെൻഡുകൾ അഡാപ്റ്റ് ചെയ്യുമ്പം വരുന്ന അപകടത്തെക്കുറിച്ച് പേരൻസിന് അവയർനെസ് കൊടുക്കണം. ഒരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരുവിധം ഒരു മെച്യൂരിറ്റി ലെവലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം അറിയാൻ വേണ്ടി പാർക്കിൽ പോയി മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കത്തില്ല. അവർക്കത് നേരിട്ട് സംസാരിക്കാം. ധാരാളം വഴികളുണ്ട്. ഒളിച്ചിരിക്കുന്നതും രഹസ്യമായിട്ട് വെക്കുന്നതും കാരണവന്മാരെ അറിയാതെ ഇരിക്കുകയും ചെയ്യുന്നത് മെജോറിറ്റി ചെയ്യുന്നു എന്ന് കരുതി അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൽ നിന്ന് വേണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടൊരു നന്മ കൊണ്ടുവരാം. ഇത് മനസ്സിലാക്കുന്ന വളരെ ഫോർകാസ്റ്റിംഗ് മെന്റാലിറ്റിയുള്ള ഒരു രാജി ഇത് കണ്ടുപിടിച്ച് അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഔട്ട് ഓഫ് 100 ഒരു 10% ആണ് അങ്ങനെ നടക്കുക. അപ്പൊ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് അഡാപ്റ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു നിയതമായ കാര്യം വേണം. അപ്പം ദൈവത്തിന് എല്ലാത്തിൽ നിന്നും നന്മ കൊണ്ടുവരാൻ പറ്റും എന്നതിനാൽ
വേണമെങ്കിൽ ഈ കല്യാണ പ്രായം എത്തിക്കഴിയുമ്പം കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണലിനെയൊക്കെ ഇതിനെയൊക്കെ വേണ്ട ഡേറ്റിങ്ങിന്റെ പ്രതലത്തിൽ കൊണ്ടുവരാം. ആക്ച്വലി അതാണ് ഡേറ്റിംഗ്. ആ. നമ്മൾ ഈ ഒരു കൗണ്ടർ കൾച്ചർ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ പെടുന്നത് കൊണ്ടും നമ്മൾ ഈ താഴത്തെ മേഖലയിൽ ഡേറ്റിംഗ് ഡിസ്കഷൻ വെക്കുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഡേറ്റിംഗ് എന്ന് പറയുന്ന വിവാഹത്തിന് ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഭാഗമായി, ചെറുക്കൻ കാണൽ ചടങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂടെ ഡയലോഗ് ഇപ്പൊ പെണ്ണ് കാണൽ ചടങ്ങ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മ്യൂച്വലി കണ്ട് പരിചയപ്പെടാനുള്ള ഒരു കൃത്യവസ്ഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സാറ് പറഞ്ഞ ആ പാർട്ട് ഒന്ന് പിടിച്ചോണം. അതായത് പേരൻസ്, ഇൻ ദ പ്രസൻസ് ഓഫ് പേരൻസ്. എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു സംഭവം, എൻ്റെ ഒരു അറിയുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ആള് വിവാഹാലോചന വന്നു. അവർ ആദ്യം കണ്ടു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ഡാമുണ്ട്. അപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് ആ ചേച്ചിയും ചേച്ചിയുടെ അപ്പനും അമ്മയും ഈ ചേട്ടനും കൂടി വന്ന് പോയി. അങ്ങനെ അവർ ഒരു കുറച്ച് സമയം, ഒരു 1-2 hours ഇരുന്ന് തുറന്ന് സംസാരിച്ചു ഇൻ ദ പ്രസൻസ് ഓഫ് പാരൻസ്. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നി. കാരണം ശരിക്കും ഇങ്ങനെയും നമുക്ക് ഈ ഒരു കാര്യത്തിൽ വിശദീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പ്രസൻസും കൂടി ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന. ദെൻ അതിന് ശേഷം അവർ പാരൻസിനോട് സംസാരിക്കുന്നു, പരസ്പരം ആ മാതാപിതാക്കളെ അറിയുന്നു. ദെൻ ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു. ഇത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് തോന്നുന്നു. സിൻഡോ പറഞ്ഞൊരു പോയിന്റിനോട് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ശരിക്കും ഒരു ഓപ്പൺ സ്പേസിലായിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡേറ്റിംഗ് എന്നൊരു കൺസെപ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ വളരെ പ്യുവറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അത്. കാരണം ഒളിച്ച് ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. ഒളിച്ച് വരുന്ന വെച്ചാൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ നമ്മൾ ഡേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനത്തെ ഡേറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ കാര്യമല്ല. അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കുറച്ച് സമയം, ഒരു 1.5 hours അല്ലെങ്കിൽ 2 hours നമ്മൾ വിചാരിക്കുന്നു. ഒന്നെങ്കിൽ പാരന്റ്സിന്റെ പ്രസൻസോടുകൂടി അത് ഓപ്പൺ സ്പേസ് ആയിരിക്കും. നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ എൻ്റെ ഇടയ്ക്ക് എൻ്റെ തന്നെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവളുടെ അനിയത്തിയായിട്ട് വന്നത് അതിൻ്റെ കരച്ചിലായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഇവരുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്കാണെ ആ പയ്യൻ ഓൾ ഗുഡ്, നമ്മൾ പറയുന്നത് എല്ലാം ഓക്കെയാണ്, ഫാമിലി ഓക്കെയാണ്, ജോബ് ഓക്കെയാണ്, എല്ലാം സെറ്റ്. പക്ഷേ ഇവിടെ പറയുന്നത് എനിക്കൊരു ഫീൽ തോന്നുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ സ്പാർക്ക് എന്നിട്ട് എനിക്കൊരു സ്പാർക്ക് തോന്നുന്നില്ല. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റു പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ എന്താ ഇവിടെ പറയാം, അവർ വീട്ടിൽ ഉറപ്പിക്കുവാണ്, അവർ നാളെ കഴിഞ്ഞ് ഉറപ്പിക്കും. ഞാൻ വൈകുന്നേരം എന്ത് ചെയ്യും, നാളെ ഉറപ്പിന് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം ഉറപ്പിന് മാറ്റി വെക്കാൻ വേണമെങ്കിൽ, കല്യാണം ആയിട്ടില്ലല്ലോ, ഉറപ്പിന് ആവുന്നല്ലേ ഉള്ളൂ, നീ ഒരു നല്ല ഡേറ്റിങ്ങിന് പോകാൻ പറയും. അവനെ വിളിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ അവൻ ചമ്മലായിരിക്കും, അവൻ സ്വന്തം വീട്ടിലേക്ക് വീണ്ടും വരാൻ ചമ്മലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വേറൊരു കോമൺ സ്പേസിൽ പോയി റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും കുറച്ച് സംസാരിക്കുക. എൻ്റെ ഈ പെൺകുട്ടി കരച്ചൊക്കെ നിർത്തി ആശ്വസിച്ച് തിരിച്ചു പോയി സംസാരിച്ച് ഞാൻ തന്നെയാണ് കല്യാണം ബ്ലസ് ചെയ്തത്. അവരതിനുശേഷം തിരിച്ചുകൊണ്ട് പറയാണ് പെർഫെക്റ്റ് ഓൾറൈ. അന്ന് രണ്ടുപേരും ആദ്യം കാണുന്ന ടെൻഷൻ ആയതുകൊണ്ട് ഒരു പരസ്പരം ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവർക്ക് ഇഷ്ടമുള്ള വണ്ടിയെ പറ്റിയും കണ്ട സിനിമയെ പറ്റിയും. പക്ഷേ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഈ കുട്ടികളുടെ കയ്യിൽ ബാക്കിയായിരുന്നു. അച്ഛാ, പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഇങ്ങനെ മാരേജിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളുടെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടുക്ക് ക്രിസ്തു ഉണ്ടായിരിക്കും. അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ടാവും. വളരെ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് എന്തിനാ നമ്മൾ ഡേറ്റ് ചെയ്യുന്ന ചുമ്മാ ഇങ്ങനെ നമ്മുടെ പ്ലഷറിന് വേണ്ടല്ലോ. ഇതിലെ പ്ലഷർ പെയിൻ ഒരു ബാലൻസ് ആണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചേർന്ന ഇണയെ കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് ചേർന്ന് നേരത്തെ തൊട്ടേ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണെങ്കിൽ, അല്ലെ ദൈവത്തോട് ചേർത്ത് വെച്ച് ഇത് കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര സൂപ്പർ ആയിരിക്കും ഡേറ്റിങ്ങിനെ സംബന്ധിച്ചത്. ഇപ്പം ടിൻഡു പറഞ്ഞത് ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു റിയൽ ലൈഫ് സിനാരിയോ ഉണ്ട്. പാലക്കാട് താമസിക്കുന്ന ഒരു പേര് പറയാം, കുഴപ്പമില്ല, കാരണം അവരെന്നോട് പറഞ്ഞതാണ്. ഒരു സുനിലും ജ്യോതിയും അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നറിയാൻ വേണ്ടി അവർ 1000 ജപമാല ചെയ്തു. അപ്പോൾ അവർ വിവാഹം കഴിച്ചു. അവർക്ക് 7 മക്കളുണ്ട്. അവർ യഥാർത്ഥത്തിൽ ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ പോയി ഒന്നിച്ച് കഴിയുന്നു. എനിക്ക് അവരെ അറിയാം. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു സിനാരിയോ അറിയാം. അദ്ദേഹം ഒരു IT ടെക്നീഷ്യനാണ്. പുള്ളി ഒരു കല്യാണം ഇങ്ങനെ ഡേറ്റ് എന്നോ അല്ലെ പെണ്ണ് കണ്ടുവെന്നോ എന്തെങ്കിലും പറയാം. അങ്ങേരെ ഇതുപോലെ ഇത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു. ജപമാല ചൊല്ലി അത് തീരാറായപ്പോഴത്തേക്കും അത് ബ്രേക്കപ്പായി. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് അവന് ചേർന്ന ഇണയെ ഈശോ കൊടുത്തപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മാതാവിൻ്റെ രൂപ ഞാൻ സമ്മാനം കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്തെല്ലാം തന്നെ ക്രിസ്തുവിന്, വചനത്തിന്, ഈശോയ്ക്ക് ഒരു റോള് കൊടുക്കുമ്പം അതിനകത്തൊക്കെ ഒരു പൂർണ്ണത കണ്ടെത്താൻ പറ്റും. അല്ലാത്തതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. 5 കൊല്ലം കഴിയുമ്പോൾ പോകും, ഇതിന്റെ വാക്കേ മാറിപ്പോകും. നമുക്ക് കവറിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ഡേറ്റ്, ഫസ്റ്റ് ഡേറ്റ് വിത്ത് ഗോഡ്.
അതായത് നിങ്ങൾക്ക് ഒരു വിവാഹത്തിനുള്ള ഒരു ടൈമൊക്കെ ആണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി വീട്ടുകാരൊക്കെ ഇതിനുള്ള ഒരു പ്രോത്സാഹനമൊക്കെ തരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ യു മസ്റ്റ് ബി ഹൈലി പ്രയർഫുൾ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധം നിങ്ങൾ ഉറപ്പാട്, ഇതൊരു കരിസ്മാറ്റിക് വന്നവനോ നവീകരണത്തിൽ വന്നവനോ അല്ലെ പള്ളിയായിട്ട് മുട്ടിരിക്കുന്ന മാത്രം അവസ്ഥയല്ല. ഇത് വിവാഹം എന്ന ഒരു ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യത്തേക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തോരം നമ്മൾ ആഴത്തിൽ പ്രാർത്ഥന ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവത്തോട് തന്നെ ഡേറ്റ് ചെയ്യണം. ആഡ് ചെയ്യാൻ ഈ ഉറപ്പായിട്ടും ഈ നാളുകളിൽ മക്കൾ വേണോ വേണ്ടായോ എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ട്. കൃത്യമായിട്ടും ഇവരുടെ നിലപാട് എന്താണെന്ന് ഇതാണ് നമ്മൾ നേരത്തെ തുടങ്ങി വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയ ഭാഗമായിരുന്നു. ചോദ്യങ്ങൾ ഒരു ഡേറ്റിംഗിൽ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഫസ്റ്റ് സാറ് തന്നെ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ് ഈ വിവാഹത്തിന് ശേഷം മക്കളുടെ കാര്യം. ചിലവർക്ക് ജീവിത പങ്കാളിയെ പറ്റി കുടുംബജീവിതത്തെ പറ്റി യാതൊരു സങ്കല്പമില്ലാത്ത മനുഷ്യർ കാണും. വിവാഹം കഴിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ. വിവാഹം കഴിക്കാൻ തന്നെയാണോ ഉദ്ദേശം എന്ന് ആദ്യം ചോദിക്കാം. അതെ, ഫസ്റ്റ് വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡേറ്റിംഗിന് വന്നിരിക്കുന്നത്? രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഈ കാത്തലിക് വിവാഹത്തെ പറ്റിയുള്ള സങ്കല്പം. നമുക്ക് രണ്ട് എൻറ്റിറ്റിയാണ് പ്രധാനപ്പെട്ടതാണുള്ളത്. ഒന്ന് യൂണിറ്റി, രണ്ട് പ്രൊക്രിയേഷൻ. അൾട്ടിമേറ്റ് അവസാനം വരെയുള്ള ഒരുമിച്ചുള്ള ജീവിതവും മക്കളുടെ ജനിപ്പിക്കും. ഇത് രണ്ടും വിവാഹത്തിന്റെ നാച്ചുറൽ എൻറ്റിറ്റിയാണ്. ഇതിൽ രണ്ടിനും വിശ്വാസം ഇല്ലാത്ത ഒരാളെ ഉറപ്പായിട്ട് വിവാഹിക്കാൻ പറ്റില്ല. എല്ലാവരും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കും, ലൈക്ക് എന്താണ് ഇഷ്ടങ്ങള് അതൊക്കെ ചോദിക്കും. പക്ഷെ ഓപ്പൺ ടു ലൈഫ് ആണോ എന്ന് ചോദിക്കാൻ മറന്നുപോകും. ധൈര്യം കൂടി വേണം. ധൈര്യം മാത്രം ബോധ്യം കൂടി വേണം. അച്ഛാ, പിന്നെ ഒരു ഫിയർ ഫാക്ടർ ആണെന്ന് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട്. അതായത് നമ്മൾ എങ്ങനെയാ, എനിക്ക് ഇനി ജീവിക്കേണ്ട ഒരാളല്ലേ, ലൈഫ് ലോങ് ജീവിക്കേണ്ട ഒരാളല്ലേ, അപ്പോൾ വളരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നേരത്തെ നോക്കി ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ എന്തോ കുളം തോണ്ടും എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ എനിക്കൊരു വലിയ ഫിയർ ഫാക്ടറാണ്. എനിക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന ഒരു ഫാമിലിയിൽ ഒരു കല്യാണ ആലോചന നടന്നു. അപ്പോൾ നാച്ചുറലായിട്ട് പെൺകുട്ടിയെ കാണുമ്പോൾ വിവാഹം ഉറപ്പിച്ചു, അടിപൊളി പയ്യൻ, എല്ലാം ഉറപ്പിച്ചു. പക്ഷേ അവർ തമ്മിൽ ഒന്നുകൂടി കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. കണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവള് കുഞ്ഞുങ്ങളെ പറ്റി ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ താല്പര്യമൊന്നുമില്ല, നമുക്ക് വി ക്യാൻ യൂസ് കോൺട്രാസെപ്റ്റീവ്സ്, നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാം, അതുകൊണ്ട് ലൈഫ് കുറെ നാൾ നമുക്ക് സെറ്റിലൊക്കെ ആയിട്ട് കുറെ അടിപൊളിയായിട്ടൊക്കെ നടന്നിട്ട് നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം. അവള് പറഞ്ഞു, കൈ കൂപ്പി പറഞ്ഞു താങ്ക് യു. അവള് ചായയുടെ പൈസ കൊണ്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ തെറ്റായ ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കുറെ നാൾ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം അവസാനം വരെ മനസ്സിലാക്കാവുന്നത്. പക്ഷെ ഒരിക്കലും ജീവിതം അങ്ങനെയല്ല. രണ്ട് ജീവിത പങ്കാളികൾ തമ്മിൽ ജീവിച്ചു തുടങ്ങി അവർ ജീവിതത്തിന്റെ പെയിനും പ്ലഷറും എല്ലാം ഒരുമിച്ച് പങ്കിട്ട് അങ്ങനെ വരുമ്പോഴാണ് അവരിലെ ഇന്റിമസി വർദ്ധിക്കുന്നത്. അതൊരിക്കലും നേരത്തെ നമുക്ക് റെഡിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഷോർട്ട് ടേം ഗോൾ അല്ലത്, ഇതൊരു ലോങ് ടേം ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെന്റ് ആണ്. സുനിസാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിനെ പറ്റി നല്ല ക്ലാരിറ്റി വേണം. നമുക്കൊരു ചെറിയ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഡേറ്റിങ്ങിന് കിട്ടുകയാണെങ്കിൽ, ആ കൂട്ടുകാഴ്ച കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവും. ഒന്ന്, കുടുംബജീവിതത്തെ പറ്റിയുള്ള സങ്കല്പം. രണ്ട്, കാത്തലിക് ടീച്ചിങ്സ്, എസ്പെഷ്യലി ഈ സെക്ഷുവൽ ലൈഫ്, പ്രൊക്രിയേഷനെ പറ്റിയുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്. മൂന്ന്, ഒരു അടിസ്ഥാനപരമായ വിശ്വാസം, കാത്തലിക് ഫെയ്ത്ത്. ഇതുപോലത്തെ കാര്യങ്ങളിലുള്ള ക്ലാരിറ്റി ഇല്ലാത്ത എല്ലാ ബന്ധങ്ങളോടും എത്ര എക്സ്ട്രീം പോയെങ്കിലും നോ പറയാനുള്ള വലിയ ക്രെഡിബിലിറ്റി ഉണ്ടാണ്. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഡേറ്റിങ്ങിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്കിതിന്റെ നമ്മൾ രണ്ട് ടൈപ്പ് ഡേറ്റിംഗ് പറഞ്ഞല്ലോ. ഒരു ഒട്ടും ഇമ്മച്ചുറായ ഏജിൽ കാട്ടിക്കൂട്ടുന്ന അതിന് നമ്മൾ ഡേറ്റിംഗ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്നു. പ്യോർലി ഇറ്റ്സ് എ സിൻ എന്ന് തന്നെ പറയേണ്ടി വരും. മറുവശത്ത് നമ്മളിങ്ങനെ ഈ ഒരു മച്ചുർ ഏജിൽ എത്തിയ ശേഷം വിവാഹമൊക്കെ വീട്ടുകാരൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ഡേറ്റ്. പക്ഷെ ഇതിന് രണ്ടിനും ചില ഒരു സാധാരണ പ്ലേ ചെയ്യാൻ പറ്റുന്ന പറ്റിക്കാൻ പറ്റുന്ന ഏരിയകളുണ്ട്. അതിന്റെ കുറച്ച് ഡേഞ്ചേഴ്സ് നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്യാൻ ഈ ഒരു ഭാഗം പൂർത്തിയാകുമെന്ന് തോന്നുന്നു. നമുക്കത് പറഞ്ഞു തുടങ്ങാം. സാർ പറഞ്ഞു തുടങ്ങി. അതായത് ഇതിൻ്റെ ഡേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ചില പേരുകൾ ടേമുകൾ ഇത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് ലൈനടിയെന്നോ കുളത്തെന്നോ പറഞ്ഞത് ഇപ്പോൾ ഡേറ്റിംഗ് എന്നൊക്കെ ഉള്ള പേരിലേക്ക് വന്നു. അപ്പം ഇതിൻ്റെ വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത് ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾ ഡേറ്റിംഗ് നടത്തുന്നു, അതല്ലെങ്കിൽ ആ ഡേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം അവരുടെ ആ സമയത്തെ ഒരു ഇമോഷണൽ കപ്പാസിറ്റിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ട് അത് വാട്സപ്പിലോ യൂട്യൂബിലൊക്കെ ഒരു റീൽസ് ഒക്കെ വിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വെർച്വൽ വേൾഡിൽ ഡിലീഷൻ ഇല്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് പിന്നെ മാനസാന്തരപ്പെട്ട് നല്ലവനൊക്കെ ആയി വേറെ ആരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ ഈ പഴയ സാധനമൊക്കെ പൊങ്ങി വരാം. നമ്മൾ നല്ലവനായി ഉണ്ണിയായിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വെബിൽ ഇതെല്ലാം സ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ബുള്ളറ്റ് പ്രേമവും താടിയും റൈഡർ കണ്ണാപ്പിയും. അത് ഒരു ആവേശത്തിന് എന്തിൻ്റെയൊക്കെ ഒരു അഡാപ്റ്റബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ക്ലൗഡിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഈ സാധനം തിരിച്ചു വരും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു ബോർഡർ ലൈൻ വേണം. അപ്പോൾ ആ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ പുറത്തൊന്നും അവർ വിശ്വാസം വിട്ടു പോവില്ല. കാരണം നമ്മൾ ഇളവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ വിശ്വാസത്തിലേക്ക് വരുന്നതിൻ്റെ എണ്ണം ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മളത് ഡിഫൈൻ ചെയ്യണം. ഇതിങ്ങനെയാണ്, ഇതിനകത്ത് ഇന്ന പോലെ അപകടമുണ്ട്. ഇപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വചനം, രൂപവതിയിൽ കണ്ണു പതിയരുത്, കന്യകയുടെ മേൽ കണ്ണുടക്കരുത്, നീ കാലിടറി പോകാം. അത് പറഞ്ഞിരിക്കുന്നത് ദൈവമാകയാൽ ദൈവത്തിന് അവിടെ തെറ്റുപറ്റില്ല.
അപ്പം അവിടെ എപ്പോഴും ഒരു അപകടത്തിൻ്റെ ലാഞ്ചന ഉണ്ട്. അപ്പം അത് ഈ പറഞ്ഞതുപോലെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് മാതാപിതാക്കളുടെ സപ്പോർട്ടോടുകൂടി സഭയുടെ അനുഗ്രഹത്തോടുകൂടി ഇവർ ഇൻട്രാക്ട് ചെയ്തോട്ടെ. ലെറ്റ് ഇറ്റ് ബി. എന്താ കുഴപ്പം? അവർ നിൻ്റെ ഹോബി എന്താണെന്നോ നിൻ്റെ പാഷൻ എന്താണെന്നോ വൈബ് എന്താണ് ഇതൊക്കെ ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതിന് ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള പക്വതയുണ്ടോ എന്നുള്ളതൊരു വലിയ ഘടകമാണ്. ആക്ച്വലി എബ്രോഡ് പോലും ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 വർഷം ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നതാണ്. നമ്മളീ പറയുന്നത് പോലെ വിശദമായ ഡേറ്റിംഗ് ഒക്കെ നടക്കുന്നത് അപൂർവമാണ്. അവർ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം അറിയാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ അറിയാന്നുള്ള അർത്ഥം അവരെ അതിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങിയത് ഡേറ്റിംഗ് ഇസ് നോട്ട് എ പ്രോമിസ്, എസ്പെഷ്യലി പ്രോമിസ് വിത്ത് ദ ബോഡി, വിത്ത് സെക്സ്. വിശുദ്ധി കളഞ്ഞിട്ടുള്ള ശാരീരിക പ്രകടനങ്ങളുള്ള അത് ഡേറ്റിംഗ് അല്ല. അത് ഓൾറെഡി പല ലെവലുകൾ കഴിഞ്ഞ് മുമ്പോട്ട് പോയിരിക്കുന്നു. അതെ, അവിടെ സഭ തരുന്ന വലിയൊരു നമുക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആക്ച്വലി നമുക്ക് യുവാവെ, നീ നിന്റെ യൗവനത്തിൽ നിന്റെ ഭാര്യയുമൊത്ത് ഉല്ലസിക്കുവിൻ, സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സഭ തരുന്നത്. ഭാര്യയൊത്ത് മതി, കൃത്യമായ ഡിനോട്ടറാണ് ഭാര്യയൊത്ത് എന്ന് പറഞ്ഞേക്കുന്നത്. ഭാര്യയൊത്ത്. അപ്പൊ അതിനു മുമ്പ് ഉള്ളത് ഭാര്യയായിട്ട് സങ്കല്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റീൽസ് വിട്ടാൽ പിന്നീട് കാലക്കേടുന്ന ഒറിജിനൽ ഭാര്യ വന്നാൽ ദ റീൽസ് വിൽ സ്പീക്ക്. അപ്പോൾ അവൾ അതൊരു വലിയ അപകടമാണ്. വെർച്വൽ വേൾഡിൽ ഡെലീഷൻ ഇല്ല എന്നുള്ളത്. സെക്കൻഡ് തിങ്, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നേരത്തെ പറഞ്ഞ ഡെവിളിൻ്റെ അവനൊരു വലിയ സാധ്യത കൊടുക്കും. ട്രാൻസ്പെറൻ്റാണ്. പ്രിയപ്പെട്ടവർ, പറഞ്ഞു പോകാനായിട്ട് ഒത്തിരി മേഖലകളുള്ള ഒരു വിഷയമാണ് ഈ ഡേറ്റിംഗ്. പക്ഷേ നമുക്കിങ്ങനെ സമയത്തിൻ്റെ പരിമിതി മൂലം ഒന്ന് ചുരുക്കുകയാണ്. ഞാൻ ആദ്യം ചോദിച്ചു തുടങ്ങിയ പോലെ എന്താണ് ഡേറ്റിംഗ്? അത് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള എൻ്റെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം തന്നെയായിരിക്കണം. എപ്പോഴാണ് ഡേറ്റിംഗ്? അത് ഒരു മച്യൂരിറ്റിയുടെ ഏജ് വന്നു കഴിയുമ്പോൾ മാത്രം. അതിനേക്കാൾ എപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ദൈവത്തോട് സ്ഥിരമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ എന്താണ് ഈ ഡേറ്റിംഗ്? എന്താണ് ഈ ഡേറ്റിംഗ് നടത്തുന്നത്? ഐ ഹാവ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ജീവിതത്തെ തൊടുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി എങ്ങനെയാണ്? പ്രാർത്ഥനാപൂർവം, അസിസ്റ്റൻസ് ഓഫ് പേരൻസ്, ഏറ്റവും സേഫ് ആയിട്ടുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗാർഡിയൻസ്, അത് പേരൻസ് ആയിട്ടും ഗാർഡിയൻ ഏഞ്ചൽസ് ആയിട്ടും പ്രാർത്ഥനാപൂർവം തന്നെ ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഈ ഡേറ്റിംഗ്. അവസാനമായി ഒരേ ഒരു വാക്കേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ മസ്റ്റായിട്ട് ദൈവത്തോടൊപ്പം ഡേറ്റ് ചെയ്യാൻ സമയവും സാഹചര്യവും കണ്ടെത്തണം. ദൈവത്തോടൊപ്പം ഇരുന്നിട്ട് തന്നെ വേണം ഓരോ പ്രാവശ്യം നമ്മൾ വിവാഹത്തിന് ഇൻറ്റൻഷനുള്ള ഒരാളെ കാണാൻ വേണ്ടി പോകാൻ പോലും. ദൈവത്തിന് കൃത്യമായിട്ട് ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ നാശത്തിൻ്റെ പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനും സുസ്ഥിതിക്കും എന്നൊരു പദ്ധതി തിരുവചനം പറയുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ദൈവത്തിന് കൃത്യമായി നിന്റെ ജീവിത പങ്കാളിയെ പറ്റിയും കൃത്യമായ പദ്ധതിയുണ്ട്. സങ്കീർത്തനം 119:9 പറയുന്നു, യുവാവ് എങ്ങനെ തൻ്റെ പാദം നിർമ്മലമായി സൂക്ഷിക്കും? അവൻ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലും അധരത്തിലും സൂക്ഷിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ട് ജീവിത പങ്കാളിയെ തിരയുക എന്ന് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഡേറ്റിങ്ങിൻ്റെ അർത്ഥം. വിത്ത് എ സിംഗിൾ ഇൻറ്റൻഷൻ, വിശുദ്ധമായ കുടുംബജീവിതം. അപ്പോൾ നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കൂടി കർത്താവായ ഈശോയെ, ഞങ്ങൾ യുവജനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹമാണ് ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ എല്ലാവർക്കും തമ്പുരാനെ, അവർക്ക് ചേർന്ന നീ ആഗ്രഹിക്കുന്ന ഇണയെ കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമേ. ഇതിനോട് ചേർന്ന് നിൽക്കാൻ പ്രത്യേകമായി കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയ വഴിനടത്തൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. തോബിത്തിന് കൂട്ടുപോയ പോലെ, റഫായേൽ കൂട്ടുപോയതുപോലെ ഇവരുടെ കാവൽ മാലാഖയെ ഒപ്പം അയക്കണമേ. സാധ്യതയുള്ള എല്ലാ പാപത്തിൻ്റെ മേഖലകളിൽ നിന്നും, സാത്താൻ പറ്റിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും തമ്പുരാനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമേ. വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളിലൊക്കെ ജീവിക്കുന്നവരും സെക്ഷൽ സിൻസിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡിക്റ്റായി പോയവരും തമ്പുരാനെ ഇതിന് സ്വർഗത്തിന് വലിയ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മേഖലയിലുള്ള വിവാഹ ഒരുക്കമായ മേഖലയിലുള്ള സാത്താൻ്റെ എല്ലാ നോട്ടങ്ങളെയും സാത്താൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും പ്രലോഭനങ്ങളെയും കർത്താവ് നിന്റെ നാമത്തിൽ മാറ്റിക്കളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവേ, പരിശുദ്ധ കന്യകാമറിയമേ, സഭയിലെ വിശുദ്ധരായ എല്ലാ ദമ്പതിമാരെ, വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷികളായി തീർന്ന എല്ലാ വിശുദ്ധരെ ഈ ഒരു നിമിഷം ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന അവർക്ക് ചേർന്ന ഇണയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ അവരോടൊപ്പം നിൽക്കണമേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.